ജഗര വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രഞ്ജിത്തിൻ്റെ മാടമ്പിത്തരത്തെയും അന്ന് നടന്ന സംഭവം എന്താണെന്നും കഴിഞ്ഞു പോയ അയാളുടെ കാലഘട്ടം, പിന്നെ പുതിയതായിട്ട് ചേർത്ത കൂട്ടുപ്രതികൾ, ഇവരെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മുഖത്ത് കാണുന്ന ഈ കുത്തുകുത്തൊക്കെ എനിക്കൊരു ചിക്കൻ ബോക്സ് വന്നു പോയത് തന്നെയാണ്. വേറൊന്നും വിചാരിക്കരുത് പ്ലീസ്. എൻ്റെ ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം കണ്ട് പേടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. സോറി. ഇപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കണവർക്ക് വലിയ അത്ഭുതമൊന്നും തോന്നണമെന്നില്ല. പീഡന കേസിൽ അറസ്റ്റിലായി എന്ന വാർത്ത കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതും രഞ്ജിത്ത് അറസ്റ്റിലായി എന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു പവർ ഡൈനാമിക്സ് എന്നൊരു സാധനമുണ്ട്. അവനവൻ്റെ അധികാരം ഉപയോഗിച്ച് മറ്റൊരാളെ നിയന്ത്രിക്കാം എന്ന തെറ്റായൊരു ധാരണയുടെ പുറത്ത് കാട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ കൺസെൻ്റ് ഇല്ലാത്ത കാര്യങ്ങൾ പോലും എന്നെക്കൊണ്ട് സാധിക്കും എന്ന ഒരു അഹങ്കാരമല്ലേ, ആ ഒരു അഹങ്കാരം, അതിൻ്റെ ഒക്കെ ഒരു പുറത്ത് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. അതിപ്പോൾ ശാരീരിക പീഡനം മാത്രമല്ല, മാനസിക പീഡനം പോലും നടക്കാം. ഈ പറഞ്ഞ പവർ ഡൈനാമിക്സ്, ഇമാതിരി അഹങ്കാരത്തിൻ്റെ പുറത്ത് ഈ പ്രിവിലേജ് ഉള്ളവന്മാർ പ്രിവിലേജ് കുറഞ്ഞവരോട് എന്തോരം ശാരീരിക മാനസിക പീഡനം നടത്തുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഒരാൾക്ക് ഞാനെല്ലാം തികഞ്ഞവനാണെന്ന തോന്നൽ വന്നാൽ പോലും പ്രശ്നമാണ്. അങ്ങനെ വന്നാലാണ് ഈ കൺസെൻ്റ് എന്ന വാക്കിനെ പോലും മനുഷ്യരെ അവഗണിച്ചു തുടങ്ങുക. കൺട്രോള്, അതുപോലെ തന്നെ വാലിഡേഷൻ, ഈഗോ, സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു മനുഷ്യനെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അടുപ്പിക്കാനും കൊള്ളില്ല. ഇതൊക്കെ നിറഞ്ഞു കൂടുമ്പോൾ ഇവന്മാർ കൺസെൻ്റ് എന്ന ലിമിറ്റ് മറക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ, രഞ്ജിത്ത് ഒരു മാടമ്പിയാണ്. മാടമ്പി സ്വഭാവം രഞ്ജിത്തിനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ, നമ്മളെ പണ്ട് രഞ്ജിത്ത് 6-ാം തമ്പുരാൻ്റെ സെറ്റിൽ വെച്ചിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ആ ചെവിക്കല്ലി നോക്കി അടിച്ചൊരു കഥയുണ്ട്. സത്യത്തിൽ നടന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ. 6-ാം തമ്പുരാൻ്റെ സെറ്റ്, സിനിമാ സെറ്റ്, അവിടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തൊരു തമാശ പറഞ്ഞു. മദ്യപിച്ച് തലയ്ക്ക് പിടിച്ചിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ ആ വയോവൃദ്ധൻ്റെ ചെവിക്കല്ല് നോക്കിയിട്ട് ഒരൊറ്റടി. ആ അടി കൊണ്ട് അദ്ദേഹം തല ഇറങ്ങി നിലത്ത് വീണു. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന അദ്ദേഹത്തെ എല്ലാവരും കൂടി എഴുന്നേൽപ്പിച്ച്, ഈ എഴുന്നേറ്റ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നിറകണ്ണുകളോടെയാണ്, അതായത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റത്. എല്ലാവർക്കും അത് വലിയൊരു ഷോക്കായിപ്പോയി. പലരും രഞ്ജിത്തിൻ്റെ അടുത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അത് മൈൻഡ് ചെയ്തില്ല. അതാണ് ജന്മിത്തം, മാടമ്പിത്തരം. അതായത് അതാണ് ശരി, ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള ആ ഒരു മൈൻഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് അയാൾ അടിച്ചത് തെറ്റാണെന്ന് അറിഞ്ഞാലും അത് തെറ്റല്ലാത്ത രീതിയിലാണ് പിന്നീട് ആളുടെ സ്വഭാവം പുറത്തു വരിക. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ മാനസികമായിട്ട് തകർന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർക്കാൻ ഈ മാടമ്പിയെ കൊണ്ട് സാധിക്കും. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ കളിയും ചിരിയും ഒക്കെ മാഞ്ഞുപോയി. ലൊക്കേഷനിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോയിട്ടുണ്ട്. സെറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ചിരിച്ചും തമാശയും പറയുന്ന ഒരാളായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം 6-ാം തമ്പുരാൻ്റെ സെറ്റിൽ അങ്ങനൊരു എന്താ പറയുക, കളിയില്ല, ചിരിയില്ല, തമാശയില്ല. അത് എന്താ പറയുക, അതൊരു വല്ലാത്ത, ഇപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയായിരിക്കും അല്ലേ. നമ്മളൊരു മാനസികമായിട്ട് തകരാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മൾ തന്നെ ഒരു സദസ്സിൽ, അതായത് നമ്മൾ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്, ബട്ട് ഇപ്പോൾ അയാളുടെ സിനിമയിൽ അഭിനയിക്കാൻ നമ്മൾ വന്നു എന്ന് കരുതിയിട്ട് അയാൾക്ക് നമ്മുടെ മേൽ വലിയ അവകാശങ്ങളോ കാര്യവാദങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആളുടെ ചെരുപ്പ് നക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആൾ പറയുന്ന തമാശ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിരിക്കാതിരിക്കാം. അതാണ് അവിടെ ചെയ്യേണ്ട മര്യാദ. ചിരിക്കണ്ട, ദാറ്റ്സ് ഓൾ.
ബട്ട് അങ്ങേര് എന്താണ് ചെയ്തത്? ആളെ പിടിച്ചടിച്ചു. അടിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? ആൾ വീണു. വീഴുക മാത്രമല്ല ഉണ്ടായത്, ആൾക്ക് അവിടെ സംഭവിച്ചത് ആ തലകറക്കം മാത്രമല്ല, ആൾക്ക് പിന്നീട് അങ്ങോട്ട് ആ സെറ്റിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ പിന്നീട് ആ സെറ്റിലോട്ട് പോകാൻ? അതായത് ആൾക്കാർ ഫേസ് ചെയ്യണം. എന്താ പറയുക, നമ്മൾ എത്ര ശ്രമിച്ചാലും പിന്നീട് അങ്ങോട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ആ വൈബ് തിരിച്ചിട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്, അതായത് ഒടുവിൽ ഉണ്ണികൃഷ്ണന് കുറേ നാൾ വേണ്ടി വന്നു. ഇത് ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യമാണ്. ആലപ്പി അഷ്റഫിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആലപ്പി അഷ്റഫ് അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇയാളുടെ പല സിനിമകൾക്കും നമ്മൾ അഡിക്റ്റാണ്. ഇയാളുടെ എഴുത്തായിക്കോട്ടെ, അതുപോലെ തന്നെ ഇയാൾ സംവിധാനം ചെയ്ത സിനിമകളായിക്കോട്ടെ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയ കാലത്ത് മാടമ്പിത്തരം എന്തൊക്കെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും നടികളായാലും നടന്മാരായാലും ഇയാളുടെ ആ ജന്മിത്തം വെച്ചിട്ട് ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇയാളുടെ സുവർണ കാലഘട്ടത്തിൽ ഇയാളെ പറ്റിയിട്ടൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടായിരിക്കാം മിക്കവാറും. ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെ ഇയാളുടെ ഫോൺ കോളുകൾ എടുക്കാറില്ല എന്നാണ് ഷാജൻ സക്രിയ പറഞ്ഞത്. അത് പക്ഷെ പിന്നീട് എടുക്കേണ്ട ഒരു ഗതികേട് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെപ്പോലെ ഇത്രയും കഴിവുള്ള ഒരു തിരക്കഥാകൃത്തും ഒരു സംവിധായകനും മലയാള സിനിമയിൽ ഇയാൾക്ക് പകരം വയ്ക്കാനായിട്ട് വേറൊരാളില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇയാൾക്കെതിരായിട്ട് ശബ്ദിച്ചവരുടെ അവസ്ഥ എന്താ? ഇപ്പോൾ വിനായകൻ, ലീല എന്ന സിനിമയെ പറ്റിയിട്ട് വിനായകൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആനയുടെ തുമ്പിക്കൈയിൽ ചേർത്ത് നിർത്തിയിട്ട് ഒരു 18-കാരി പെൺകുട്ടിയെ ഭോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതാണൊരു കഥ. അത് ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ നായകനല്ല, സിനിമയുടെ ഡയറക്ടറായ രഞ്ജിത്ത് തന്നെയാണ്. അങ്ങനെയാണ് വിനായകൻ പറഞ്ഞിരുന്നത്. അതായത് രഞ്ജിത്തിൻ്റെ രതിവൈകൃതങ്ങളെ സൂചിപ്പിക്കുകയായിരുന്നു വിനായകൻ അന്ന് അവിടെ ചെയ്തത്. പക്ഷേ ഒരു കുഴപ്പം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനായകൻ അന്ന് പറഞ്ഞത് മദ്യപിച്ച് ഉടുതുണി ഉരിയുന്ന വിനായകനായതുകൊണ്ട് പലരും അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ വിനായകനുള്ള മറുപടി രഞ്ജിത്ത് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ദേഹത്ത് എറിഞ്ഞു കൊള്ളിക്കാൻ വിനായകൻ്റെ ഈ ജന്മം പോരാ എന്നാണ് രഞ്ജിത്ത് അന്നതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, അവശനായി അനാരോഗ്യം തളർത്തി മുഖ്യധാര സിനിമകളുടെ വ്യവസായത്തിൽ നിന്ന് ഏറെക്കുറെ പുറത്തായ രഞ്ജിത്ത് കരൾമാറ്റ ശസ്ത്രക്രിയയൊക്കെ ആൾക്ക് നടന്നിട്ടുണ്ടായിരുന്നു. പുറത്തായ രഞ്ജിത്ത് ഇപ്പോൾ ഒരു കംബാക്കിന് ശ്രമിക്കുകയായിരുന്നു. ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം കാരവാനിൽ കയറിയിട്ട് ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, സ്വാധീന ശക്തിയും പ്രതാപവും ഹിറ്റുകളിൽ നിന്ന് മെഗാ ഹിറ്റുകളായിട്ട് തൻ്റെ സിനിമകൾ മാറിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം വിപണി മൂല്യമുള്ള തീ പിടിച്ച ആ കാലത്ത് എത്ര പെൺകുട്ടികളെ ഇദ്ദേഹം, എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകളെ, എത്ര നായികമാരെ ഇയാൾ തൻ്റെ ആഗ്രഹങ്ങൾക്ക് ഭീഷണിപ്പെടുത്തിയും ട്രാപ്പിലാക്കിയും എന്താ പറയുക വിധേയമാക്കിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു ബോയ് അദ്ദേഹത്തിൻ്റെ നഗ്ന വീഡിയോകൾ എടുത്തിട്ട് ഇതിനെ തുടർന്നൊരു കേസ് ഉണ്ടായിരുന്നു. പാലേരി മാണിക്യത്തിൻ്റെ ഓഡിഷനിൽ വെച്ചിട്ട് ഒരു ബംഗാളി നടിയെ ഇദ്ദേഹം എന്താ പറയുക, ആദ്യം വളകളിൽ തൊട്ടു, പിന്നീട് കഴുത്തിൽ, നെക്കിൽ തൊട്ടു. ഇദ്ദേഹത്തിൻ്റെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടാണ്. നെക്കിൽ തൊട്ടു, പിന്നെ മുടിയിൽ തൊട്ട്, പിന്നീന്ന് പിടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ആ പെൺകുട്ടി അവിടെ നിന്ന് കുതിരയോടി പുറത്തേക്ക് കടന്നു. പക്ഷേ അത് പിന്നീട് ഹേമ കമ്മിറ്റി വന്നപ്പോഴാണ് ആ ഒരു സംഭവങ്ങളൊക്കെ പുറത്തോട്ട് വന്നത്. അപ്പം അതിൻ്റെ ഒരു കാലയളവ് കണക്കിലാക്കിയിട്ട് കണക്കെടുത്ത് നോക്കിയപ്പോൾ രഞ്ജിത്തിന് അന്ന് ജാമ്യം കിട്ടാൻ കാരണം വരെയല്ല, ഇയാൾ തികഞ്ഞ ഒരു ഇടത് സഞ്ചാരിയാണ്. അപ്പോൾ LDFനെ താങ്ങി നടക്കുന്ന ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് LDF തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ സുവർണ കാലഘട്ടത്തിൽ എത്ര 100 പേരെ സ്വാധീന ശക്തിയാക്കിയിട്ട് മുന്നിൽ ഒരു പക്ഷെ നിശബ്ദരായിട്ട് ഇയാളുടെ മുന്നിൽ നിശബ്ദരായി പോയിട്ടുണ്ടാവാം. മനയും 4-8
കിണ്ടിയും തമ്പുരാന്മാരും മാത്രമുള്ള ലോകത്തെ മനുഷ്യരെ തിരശീലയിൽ പകർത്തിയ രഞ്ജിത്തിൻ്റെ സിനിമകൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മളിൽ പലർക്കും ഇഷ്ടമുള്ളതാണ്. തമ്പുരാന്മാരുടെ വായിൽ നിന്ന് വീഴുന്ന സാഹിത്യ ശകടങ്ങൾ ഇന്നും നമ്മൾ റീലുകളായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ ഇന്നും കാണുന്ന പലരുടെയും തമ്പുരാൻ, അപ്പർ ക്ലാസ് മാനറിസങ്ങൾക്ക് പിന്നിൽ രഞ്ജിത്തിൻ്റെ സിനിമകൾ ചെലുത്തിയ സ്വാധീനം നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് ഒരു ഭൂലോക ചെറ്റയായിരുന്നു ഇയാളെന്നുള്ള പലരുടെയും അനുഭവ സാക്ഷ്യം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മുഖത്തടിച്ച് വീഴ്ത്തിയത് കണ്ടെന്ന് തുറന്നു പറഞ്ഞ ആലപ്പി അഷ്റഫ് സിനിമയിലെ മാടമ്പിക്ക് ചെറിയ പെൺകുട്ടികൾ മുതൽ ഷൂട്ടിംഗ് കാണാൻ വരുന്നവരെ വരെ ഇരകളായി തീർന്നെന്ന പിൻകാലത്ത് ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ പരസ്പര സമ്മതപ്രകാരമുള്ള സെക്സ് ഏതെങ്കിലും തരത്തിൽ കുറ്റമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും രഞ്ജിത്ത് തൻ്റെ ആഗ്രഹ നിവർത്തിക്കായിട്ട് സിനിമകളെയും അധികാരത്തെയും സാഹചര്യത്തെയും സമ്മർദ്ദത്തെയും ഭീഷണിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇയാളുടെ പാസ്റ്റിൽ പരിശോധിക്കണം. അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തിരുന്ന് ഇയാൾ കാണിച്ച മാടമ്പിത്തരം വേറെയുണ്ട്. എന്തായാലും തൻ്റെ ആദ്യ സിനിമയിൽ തന്നെ ഇതുപോലൊരു സീനിയറായ ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക പീഡന ശ്രമം ഉണ്ടായപ്പോൾ അതിനെ എതിർക്കുകയും പോലീസിന് വിവരമറിയിക്കുകയും ചെയ്ത ആ പെൺകുട്ടി ധീരയാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ ന്യൂസ് വന്നപ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാക്കാരൊക്കെ അല്ലെങ്കിലും നല്ല പെണ്ണുപിടിയന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആരോപണം പണ്ട് മുതൽക്കേ കേൾക്കാറുണ്ട്. പക്ഷേ കേൾക്കുന്നത് മുഴുവനൊന്നും സത്യമല്ലെങ്കിലും അതിൽ പകുതിയൊക്കെ സത്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ചിലരൊക്കെ പെണ്ണുപിടിയന്മാരാകുമ്പോൾ പെണ്ണുപിടിയന്മാരല്ലാത്തവരായും കുറേ പേര് ഉണ്ടെന്ന് സാരം. അപ്പം നമുക്ക് കൂട്ടത്തിലെ പെണ്ണുപിടിയന്മാരിലേക്ക് വരാം. പെണ്ണുപിടിയന്മാരാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ, ഫെയിം, ആക്സസ് ഈ മൂന്നും ചേരുമ്പോഴാണ് ഇവന്മാർ പെണ്ണുപിടിയന്മാരാവുന്നത്. ഇപ്പം എന്താ പറയുക, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും. അത്രയും നാൾ സാധാരണക്കാരനായിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം വലിയൊരു ആൾക്കൂട്ടത്തിൽ അംഗീകരിക്കപ്പെടുന്ന വിധത്തിൽ പ്രശസ്തനാവുകയാണ്. അതോടെ അയാൾക്ക് മറ്റുള്ളവർ വലിയ രീതിക്ക് വലിയൊരു മൂല്യം നൽകുകയാണ്. അങ്ങനെ അയാളെ ഇംപ്രസ് ചെയ്യിക്കാൻ ആളുകൾ ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നോ പറയാൻ പോലും ഭയക്കുകയാണ്. അപ്പം ആ ഒരു വിധത്തിൽ അയാൾക്ക് ചുറ്റും ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതായത് ഇത്തരത്തിൽ അവരാദ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന അറ്റൻഷൻ എൻജോയ് ചെയ്യും. അതൊരു അതൊരു മൂഡാണ്, അതൊരു ഫീലിങ്സാണ്. പിന്നെ അത് കൂടുതലായി മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത് തുടങ്ങും. ഇപ്പം ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഒരാൾക്ക് ചെയ്തു കൊടുത്തു. അപ്പോൾ അത് എന്തോ ഭാഗ്യം കൊണ്ട് അത് വൈറലായതിന് ശേഷം അയാൾ നമ്മളെ പുകഴ്ത്താണ്. അപ്പോൾ അത് കണ്ടിട്ട് വേറൊരാൾ ഫോൺ വിളിച്ച് പുകഴ്ത്താണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇറക്കുന്ന വീഡിയോയ്ക്ക് അതിൽ കൂടുതൽ നമ്മൾക്ക് പ്രശസ്തി നമുക്ക് പ്രശംസ കിട്ടണമെന്ന് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്തു തുടങ്ങും. അതുതന്നെയാണ് ഇവിടെയും. അവസാനം ഇതെല്ലാം എൻ്റെ അവകാശം എന്ന നിലയിലേക്ക് മാറും. അവിടെ നിന്നാണ് ചൂഷണത്തിൻ്റെ ആരംഭം. ആ ആരംഭമാണ് ഈ പെണ്ണുപിടി വരേക്കും എത്തുന്നത്. പക്ഷേ ഇത് സിനിമാക്കാരുടെ മാത്രം പ്രശ്നമല്ല. പവർ കിട്ടുന്ന ഏതെടുത്തും ഏത് സ്ഥലത്തും ഏത് ഫ്ലോറിലും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത എവിടെയും ഇത് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം, ബിസിനസ്, സാധാ തൊഴിലിടങ്ങൾ എന്നിങ്ങനെയുള്ള എവിടെയും. അതായത് യഥാർത്ഥ പ്രശ്നം ഈ പറഞ്ഞ സിനിമയോ രാഷ്ട്രീയമോ ബിസിനസ്സോ അതൊന്നുമല്ല. പ്രശ്നം പവർ കൈകാര്യം ചെയ്യാനുള്ള മനുഷ്യൻ്റെ ശേഷിയാണ്. അപ്പം പിന്നെ പെണ്ണുപിടിയന്മാരെന്ന ചീത്തപ്പേര് ഈ സിനിമാക്കാർക്ക് മാത്രമായിട്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ്. അവർ സ്പോട്ട് ലൈറ്റിലാണ്. അതിനാൽ അവരുടെ ഓരോ തെറ്റും വാർത്തയാവും, ചർച്ചയാവും, വൈറലാവും. അത്ര തന്നെ. മറ്റിടങ്ങളിൽ നടക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്.
പക്ഷേ അവിടെ ക്യാമറ ഇല്ല, കവറേജ് ഇല്ല, അതുകൊണ്ട് തന്നെ പെർസെപ്ഷൻ ഉണ്ടാകുന്നില്ല. അതായത് വിസിബിലിറ്റി എന്ന ഒറ്റ കാരണത്താലെയാണ് സിനിമാക്കാർ മാത്രമാണ് ഇവിടെ പെണ്ണുപിടിയന്മാർ എന്ന ലേബലിൽ പെട്ടുപോകുന്നത്. സത്യത്തിൽ ഈ വിസിബിലിറ്റി എല്ലാവർക്കും എല്ലാ മേഖലയിലും കിട്ടിയിരുന്നേൽ അറിയാമായിരുന്നു എന്താ പറയുക എത്രമാത്രം പെണ്ണുപിടിയന്മാർ ഈ നാട്ടിലുണ്ടെന്നുള്ളത്. ആരും അത്രയ്ക്ക് എന്താ പറയുക ആരും അത്രയ്ക്ക് മെച്ചമില്ലെന്നർത്ഥം. നടി രേവതിയെ ഗർഭിണിയാക്കി എന്നുള്ള ഒരു ആരോപണവും ഇയാളുടെ മേലെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസൻറ്റിലോട്ട് വരികയാണെങ്കിൽ ഈ ലൈംഗികാതിക്രമ കേസിൽ കുടുങ്ങിയ സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന സംശയത്തിൽ നടൻ ബോബി കുര്യനെ, അതായത് ബോബി കുര്യൻ അറിയാലോ, പണി സിനിമയിലെ ഡേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ ബോബി കുര്യൻ. ഓക്കെ, അപ്പോൾ ഈ നടൻ ബോബി കുര്യനെയും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശാലിനി എന്നിവരെയും പ്രത്യേക അന്വേഷണ സംഘം SIT അവർ ചോദ്യം ചെയ്യും. അതായത് രഞ്ജിത്തിൻ്റെ ഇപ്പോൾ ഈ ബോബി കുര്യൻ്റെ കാറിൽ നിന്നാണ് രഞ്ജിത്തിനെ അന്ന് അറസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ ഒളിത്താവളങ്ങൾ ഒരുക്കുന്നതിനും ഇപ്പോൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചതിലും ഇവർക്ക് പങ്കുണ്ടെന്ന് സൂചനകളെ തുടർന്നാണ് നടപടി. ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് പോലീസിൻ്റെ നീക്കം. ഇപ്പോൾ ബോബി കുര്യന് ഇടുക്കിയിലെ എന്താ പറയുക വണ്ടൻമേടിൽ ഏറെ ബന്ധങ്ങളുള്ള റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിൽ ഒരു അണ്ടർഗ്രൗണ്ട് റൂമുകൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്കാണ് രഞ്ജിത്തിനെ മാറ്റാൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ഇപ്പം എന്തായാലും ഒരു അറസ്റ്റ് ഉണ്ടാവും എന്ന് മുൻകൂട്ടി കണ്ട നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ രഞ്ജിത്ത് കൃത്യമായി പ്ലാൻ തയ്യാറാക്കിയിരുന്നതായിട്ടാണ് ഇപ്പോൾ ഈ SIT എന്ന് പറയുന്ന അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർച്ചയായിട്ട് 2 ദിവസങ്ങൾ വരുന്നതിനാൽ ഈ സമയത്ത് അറസ്റ്റിലായാൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുക എന്നുള്ളത് ദുഷ്കരമാകുമെന്ന് രഞ്ജിത്ത് ഭയന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് സിനിമാ മേഖലയിലുള്ള അടുത്ത സുഹൃത്തുക്കളുടെ സഹായം അദ്ദേഹം തേടിയെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്തിനെ സുരക്ഷിതമായിട്ട് മാറ്റുന്നതിലും പോലീസിൻ്റെ നീക്കങ്ങൾ ചോർത്തി നൽകുന്നതിലും ആരെങ്കിലും ഇപ്പോൾ അവിടെ ഒരു ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് ഗൗരവമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇപ്പം ഇയാൾക്ക് എവിടെയും ബന്ധങ്ങളാണ്. ഇപ്പം ഈ മാടമ്പയും ജന്മിയൊക്കെ ആയിട്ട് നടന്നിരുന്നൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ എല്ലായിടത്തും ഇയാൾക്ക് ബന്ധങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. കേസിന് ആസ്പദമായ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശാലിനിയുടെ സാന്നിധ്യം സംശയാസ്പദമാണെന്ന് പോലീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അന്ന് ഈ നടി അതിജീവിത കാരവാനിൽ കയറിയ സമയത്ത് ശാലിനിനെയാണ് പുറത്ത് കാവൽ നിർത്തിയത് ഇയാൾ രഞ്ജിത്ത്. അപ്പോൾ ഈ പുറത്തെന്തിനാണ് ഒരാളെ കാവൽ നിർത്തിയത്? അപ്പോൾ ഇതൊരു പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പുറത്ത് ഈ ശാലിനി നിന്നുവെന്ന നിർണായക വിവരം ഇപ്പോൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പീഡന ശ്രമം നടക്കുമ്പോൾ പുറത്തു നിന്നുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ബോധപൂർവം അവിടെ നിലയുറപ്പിച്ചതാണോ? അപ്പോൾ ആ ഒരു കാര്യത്തിൽ വ്യക്തത ഇനിയും വരാനുണ്ടെങ്കിലും ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ശാലിനിനെ ഒന്നും കൂടി വിശദമായിട്ട് ചോദ്യം ചെയ്യും. പിന്നെ രഞ്ജിത്തിനെതിരെ നിരവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കാരവാൻ കണ്ടെത്തി. ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാരവാൻ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അത് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. അതുപോലെ തന്നെ നടൻ ബോബി കുര്യനും രഞ്ജിത്തിൻ്റെ ഒളിവ് ജീവിതത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതായിട്ട് സംശയിക്കുന്നുണ്ട്. അപ്പോൾ തൊടുപുഴയിൽ വെച്ചിട്ട് രഞ്ജിത്ത് പിടിയിലാകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ചില വിനിമയങ്ങൾ, ഫോൺ കോളുകൾ, അതിൻ്റെ ആ കോളുകളിൽ സംസാരിച്ചിട്ടുള്ള സംഭാഷണങ്ങൾ, അതൊക്കെ സൈബർ സെല്ല് വഴി നിരീക്ഷിച്ചു വരികയാണ്. പ്രമുഖ സംവിധായകനെ നിയമത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ
ഈ സിനിമാ സൗഹൃദങ്ങൾ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തിയത് ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റമായിട്ട് തന്നെയാണ് പോലീസ് കാണുന്നത്. ഇപ്പോൾ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച പരിഗണിക്കുമ്പോൾ അന്വേഷണത്തെ സഹായിച്ചവരിലേക്കും പോലീസ് വിരൽ ചൂണ്ടിയേക്കും. ജയിലിനുള്ളിലെ കൊതുകടിയും വീർപ്പുമുട്ടലും രഞ്ജിത്തിനെ മാനസികമായി തളർത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. ഇപ്പോൾ അന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതൊക്കെ അയാളുടെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ പൊളിയുന്നുണ്ടാവാം. ഒരാളെ കാത്തിട്ട് ഞാൻ അങ്ങനെ പുറത്ത് നിൽക്കേണ്ട ഗതികേട്, ആളങ്ങനെയാണ് ചിന്തിക്കുക. മാടമ്പിയും ജന്മിയുമായിരുന്ന ഇയാൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. അതായത് പണ്ട് താൻ വെള്ളിത്തിരയിൽ സൃഷ്ടിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിൻ്റെ പൗരുഷവും ഗർവവും ഇപ്പോൾ ജയിലറയ്ക്കുള്ളിൽ നിസ്സഹായമായി മാറിക്കഴിഞ്ഞു. അതായത് ഈ സംവിധായകനെ രക്ഷിക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. അപ്പോൾ സിനിമാ രംഗത്തെ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിക്കുന്ന 100% ഉറപ്പാണ്. ഇപ്പോൾ ബോബി കുര്യനെയും ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയെയും ചോദ്യം ചെയ്യുന്നതോടെ രഞ്ജിത്തിനെതിരെയുള്ള തെളിവുകൾ കൂടുതൽ ശക്തമാകുമെന്നും അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.